Hello everyone, welcome back. Today in this video, we are going to learn a chapter from Gandhiji's autobiography, The Story of My Experiments with Truth. The name of this chapter is Playing the English Gentleman. So let's begin. Gandhiji was very much influenced by the notion of being a vegetarian. വെജിറ്റേറിയൻ ആവുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഗാന്ധിജിയെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇറ്റ്സ് ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് അഹിംസ ഒക്കെ തന്നെ അല്ലേ, വേറെ ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ. ഓൾസോ ഹി റെഡ് മെനി ബുക്സ്, ഒരുപാട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിച്ചു. ആ ബുക്സിൽ നിന്നുമെല്ലാം കുറച്ച് ഐഡിയ കിട്ടി അദ്ദേഹത്തിന്. സോ തൻ്റെ വെജിറ്റേറിയനിസം പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഐഡിയയെ സ്ട്രെങ്തൻ ചെയ്യാൻ തക്കവണ്ണം അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയുന്ന ഒരുപാട് ബുക്സ് അദ്ദേഹം വായിച്ചു. അങ്ങനെ വായിച്ചപ്പോഴത്തേക്കും ആ ഐഡിയ കുറച്ചും കൂടെ അങ്ങ് സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി. അത് ഏതൊക്കെ ബുക്സ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇൻ ഹിസ് ബുക്സ് ദ എത്തിക്സ് ഓഫ് ഡയറ്റ്, ഹോവാർഡ് Williams speaks about the history and biographical details of human beings regarding dietetics. Dietetics is a branch of science which deals with food. ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്, ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഡയറ്ററ്റിക്സ് എങ്ങനെ വർക്ക് ആവുന്നു, എങ്ങനെ അത് പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിലേക്ക് എത്തി, ഓൾഡ് ഏജിൽ നിന്നും ഇപ്പോഴത്തെ മോഡേൺ ഏജിലേക്ക് എങ്ങനെ അത് എത്തി എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരുന്ന ബുക്കായിരുന്നു ദ എത്തിക്സ് ഓഫ് ഡയറ്റ് എന്ന് പറയുന്നത്. ആ ബുക്കൊക്കെ വായിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വെജിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു ഐഡിയ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു ഉള്ളിൽ നിന്നും ഒരു എൻകറേജ്മെൻറ്റ് കിട്ടി. ജീസസ് തൊട്ട് അങ്ങ് പൈതഗോറസ് തൊട്ട് ഇങ്ങ് മോഡേൺ ഏജിൽ വരെയുള്ള വളരെ വലിയ വെൽ നോൺ ആയിട്ടുള്ള ഫിലോസഫേഴ്സ് വരെ വെജിറ്റേറിയൻസ് ആയത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ആൻസർ കിട്ടിയതും ഈ ടൈപ്പ് ബുക്സിൽ നിന്നൊക്കെ തന്നെ ആയിരുന്നു. Some other books that helped him being a vegetarian are The Perfect Way in Diet, written by Anna Kingsford and Dr. Allison's Writing on Health and Hygiene. അങ്ങനെ ഇഷ്ടംപോലെ ബുക്സ് അദ്ദേഹം വായിക്കുകയും വെജിറ്റേറിയനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ദ പെർഫെക്റ്റ് വേ ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് തീരുമാനമെടുക്കുകയും ചെയ്ത ഒരു സമയമായിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിലാണല്ലോ അദ്ദേഹം താമസിക്കുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, ഗാന്ധിജിയുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഹി വാസ് വെരി കൺസേൺഡ്. ഒന്നാമത്തെ കാര്യം ഹെൽത്താണ്. അപ്പോൾ ഹെൽത്ത് ഒട്ടും നന്നായിട്ട് തന്നെ പോവത്തില്ല, എപ്പോഴും നശിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് വെജിറ്റേറിയൻ ഫുഡ് അവിടെ അത്രയ്ക്ക് നല്ല രീതിയിലൊന്നും അവൈലബിൾ അല്ല. അപ്പം അതിനനുസരിച്ച് തന്നെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ കൺസംഷനും കുറവായിരിക്കും. അങ്ങനെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അളവ് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കര സ്കിന്നി ആയി പോവും. ഹെൽത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. ഫിസിക്കൽ വീക്ക്നെസ് എന്തായാലും ഫുഡ് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് വരും. കാരണം വെജിറ്റേറിയൻ ഫുഡ് നല്ലവണ്ണം കിട്ടുന്ന ഒരു സ്ഥലത്തല്ല നിൽക്കുന്നത് എന്നുള്ള കാര്യം ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഈസ് സോഷ്യൽ ഏലിയനേഷൻ. ഇംഗ്ലീഷ് ജെന്റിൽമെൻ എല്ലാവരും ഫുഡിൻ്റെ കൂട്ടത്തിൽ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് കഴിക്കുന്നത് മീറ്റാണ്. നോൺ വെജ് ഐറ്റംസ് എന്തായാലും അവർ കഴിക്കും. നോൺ വെജ് ഇല്ലാണ്ട് അവർക്ക് ഫുഡ് പറ്റില്ല. അങ്ങനത്തെ ഒരു ഫുഡ് നോൺ വെജ് കഴിക്കത്തില്ല, ഞാൻ വെജ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ, ഒരു ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ പോയി പറഞ്ഞാൽ ദേ വിൽ ട്രൈ ടു ഗെറ്റ് റിഡ് ഓഫ് യു. അപ്പം നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിൽ അങ്ങനെ ഒരാൾ വന്നിട്ട് ഞാൻ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് എന്നും നോൺ വെജ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നോൺ വെജ് ഇല്ലാണ്ട് വേറെ അധികം വെജിറ്റേറിയൻ ഫുഡ്സ് ഒന്നും വെക്കാത്ത ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് പറയുവാണെങ്കിൽ അയാളെ പിന്നെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. ദേ വിൽ ട്രൈ ടു ഏലിയനേറ്റ് യു. നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ട് ഒരിടത്ത് മാറി നിൽക്കേണ്ടി വരും. ദേ നെവർ ഗോയിങ് ടു അക്സെപ്റ്റ് യു. ഫ്രണ്ടായിട്ടോ കൊളീഗായിട്ടോ അവർ അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല. സോ സോഷ്യൽ ഏലിയനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇത് റിസൾട്ടായിട്ട് വരും. So as a good friend of Gandhiji, he tried to change his mind.
he also asked him or invited him to attend a theatre. ഒരു തിയേറ്ററിൽ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു, ഒരു പ്ലേ നടക്കുമായിരുന്നു. ആ പ്ലേ കാണാനായിട്ട് ഗാന്ധിജിയെ ഇൻവൈറ്റ് ചെയ്തു. ഓൺ ദ വേ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ്, ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് കൈൻഡ് ഓഫ് ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ഗാന്ധിജിക്ക് ഓൾറെഡി അറിയാം നോൺ വെജിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ ഇഷ്യൂ ആക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഗാന്ധിജിക്ക് അറിയാം. കാരണം അയാളുടെ അടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല. അയാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ തൻ്റെ കൺസേൺസ് പറയും. നിൻ്റെ ഹെൽത്ത് മോശമാവും, ഇംഗ്ലീഷ് സൊസൈറ്റി ഈസ് ഗോയിങ് ടു ഏലിയനേറ്റ് യു എന്നുള്ള പോയിന്റ്സൊക്കെ അദ്ദേഹം പറയും. സോ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ടോക്ക് എനിത്തിങ് ടു ഹിം. നോൺ വെജിറ്റേറിയൻ ഫുഡിനെ പറ്റി ഒന്നും സംസാരിക്കുന്നതാണ് നല്ലത്. അപ്പം ഒരു സൂപ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പം വെയിറ്ററിൻ്റെ അടുത്ത് ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പം വെയിറ്റർ ഈ സൈഡിൽ കൂടെ വന്നപ്പോഴത്തേക്കും ഗാന്ധിജി സൂപ്പിൻ്റെ കാര്യം ചോദിക്കാനായിട്ട് തുടങ്ങിയതും ഇയാൾ ചോദിച്ചു, ഫ്രണ്ട് ചോദിച്ചു, എന്താ വാട്ട്സ് ദ മാറ്റർ എന്ന് ചോദിച്ചു. അപ്പം ഗാന്ധിജി ചോദിച്ചു, അല്ല വെജിറ്റേറിയൻ ഫുഡാണോ, ഏത് ടൈപ്പ് ഫുഡാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഫ്രണ്ട് പറഞ്ഞു, ഇഫ് യു കെ നോട്ട് സ്റ്റേ ഹിയർ ബീയിങ് എ നോൺ വെജിറ്റേറിയൻ പ്ലീസ് ഫീൽ ഫ്രീ ടു ലീവ്. ഇവിടുന്ന് പൊക്കോ. കാരണം ഇവിടെ ഒരു സീൻ നീ ക്രിയേറ്റ് ചെയ്യരുത്. കാരണം ഇവിടെ എല്ലാവരും നോൺ വെജ് ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ നാണക്കേടാണ്. എന്നെ നാണകെടുത്തരുത്. നിനക്ക് വെജിറ്റേറിയൻ ഫുഡ് വേണമെങ്കിൽ നീ പുറത്തിറങ്ങി പൊക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഇരുന്നോ. നീ പുറത്തിറങ്ങി പോയിട്ട് നിനക്ക് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച് നീ അവിടെ പോയി കഴിച്ചിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നീ പുറത്തിറങ്ങി തന്നെ വെയിറ്റ് ചെയ്തോ. അങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് അങ്ങനെയെങ്കിലും മാറുമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തരുത് എന്നുള്ളൊരു എയിം മാത്രമായിരുന്നു. കാരണം പിന്നെ ലോങ് ടേമിൽ പോകുമ്പോഴത്തേക്കും ദിസ് ഈസ് ഗോയിങ് ടു നെഗറ്റീവ്ലി എഫക്റ്റ് ഹിം. ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് ഇതിൽ ഗാന്ധിജിയുടെ ലൈഫിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. കാരണം സോഷ്യൽ ഏലിയനേഷൻ തന്നെയായിരിക്കും അതിൻ്റെ ഫലമായിട്ട് വരുന്നത്. സോ ആസ് എ ഗുഡ് ഫ്രണ്ട് ഹി ട്രൈ ടു ചേഞ്ച് ഗാന്ധിജി. ഓൾ പോസിബിൾ വേസിലും അദ്ദേഹം അത് ശ്രമിച്ചു. അപ്പോൾ ഇത് കേട്ടതും പാതി കേൾക്കാത്തതും പാതി. ഗാന്ധിജി വിചാരിച്ചു, എന്തായാലും എൻ്റെ അടുത്ത് പുറത്തു പോകാൻ സമ്മതിച്ചു, എങ്കിൽ ഞാൻ പുറത്തു പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി പുറത്തേക്ക് പോയി ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തപ്പി ഇങ്ങനെ പുറത്തേക്ക് പോയി നടന്നു. ആൻഡ് ഹി ഫൗണ്ട് എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ടു. ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, ബട്ട് ഇറ്റ് വാസ് ക്ലോസ്ഡ്. സോ ഹി കുഡൻറ്റ് ഈറ്റ് എനിത്തിങ്. പക്ഷേ എന്നിരുന്നാലും തിരിച്ച് ഹോൾബോൺ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ആ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് ഇംഗ്ലീഷ് ഡീസൻറ്റ് സൊസൈറ്റിയുടെ കൂട്ടത്തിൽ ഞാനും പെടണ്ട, അങ്ങനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും എൻ്റെ തീരുമാനം മാറ്റുന്നില്ല. ഇറ്റ് ഈസ് മൈ ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ഐ എം ഗോയിങ് ടു സ്റ്റിക്ക് ഓൺ വിത്ത് ദാറ്റ്. അതിനകത്ത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. ഞാൻ വേറെ സൊസൈറ്റി, ഒരു ഡീസൻറ്റ് സൊസൈറ്റിയുടെ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിനുള്ളിലാവണമെങ്കിൽ ഞാൻ എൻ്റെ ചോയ്സ് മാറ്റണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഐ എം നെവർ ഗോയിങ് ടു ഡു ദാറ്റ്. ഇൻ മൈ എൻറ്റയർ ലൈഫ് ഐ വുഡ് നെവർ ഡു ദാറ്റ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് ഗാന്ധിജി ചെയ്യുന്നത്. അപ്പം അന്ന് ഫുഡ് കിട്ടിയില്ല. ഹി സ്റ്റേയ്ഡ് ഔട്ട് ദെയർ. അവിടെ തന്നെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു തിയേറ്ററിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ ആ കാര്യം അവർ തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ച് നത്തിങ് ഹാപ്പൻഡ് ഇൻ ദെയർ ഫ്രണ്ട്ഷിപ്പ്. ആ ബോണ്ട് അതുപോലെ തന്നെ നിന്നു. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് അദ്ദേഹം ഗാന്ധിജിയെ ചേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞതും. കാരണം ഗാന്ധിജി ഒന്നാമത്തത് ഫിസിക്കൽ വീക്ക്നെസ് വരും, രണ്ടാമത്തത് സോഷ്യലി ആരും അക്സെപ്റ്റ് ചെയ്യാനും പോകത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഇല്ലെങ്കിൽ വേറെ ആരും അയാളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഗാന്ധിജിയെ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നൊരു ഫാക്റ്റ് ഇങ്ങനെ മനസ്സിൽ വന്നത് കൊണ്ടാണ്, തൻ്റെ ഫ്രണ്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു ചിന്തയിൽ നിന്നാണ് ഫ്രണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇങ്ങനെ കാര്യം ചെയ്തതിൻ്റെ മോട്ടീവ് എന്താണെന്ന് ഗാന്ധിജിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഗാന്ധിജി അതൊരു പ്രശ്നമായിട്ട് എടുത്തതുമില്ല. ദേ കണ്ടിന്യൂഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് അതേ ബോണ്ട് അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ പബ്ലിക് എന്ത് പറയുന്നോ, എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ, എന്ത് ചെയ്യത്തില്ല എന്ന് പറയുന്നോ, ഇതിനെ ഒന്നും മാറ്റർ ചെയ്യാതെ വാട്ട് ഹീ ഡിഡ് വാസ്, എൻ്റെ ഇൻഡിവിജ്വലിസ്റ്റിക് ചോയ്സ് എന്ന് പറയുന്നത് ടു ഫോളോ ദ പാത്ത് ഓഫ് വെജിറ്റേറിയനിസം ആൻഡ് ഐ വിൽ ഡൂ ദാറ്റ് എന്നുള്ള ആ ഒരു ബിലീഫ് തന്നെ അദ്ദേഹം ഫോളോ ചെയ്തു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ കൂടെ അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നോൺ വെജ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നോൺ വെജ് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ കഴിച്ചേനെ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസ് ആണെങ്കിൽ കൂടി ഇൻറ്റൻഷൻസ് വെയർ സോ ഗുഡ് എന്നുള്ള കാര്യം ഗാന്ധിജിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു മേക്കപ്പ് ദ പ്രോബ്ലം ദറ്റ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ ദോസ് ടു ഫ്രണ്ട്സ്, ഹി ഡിസൈഡഡ് ടു ടേൺ ഹിംസെൽഫ് ഇൻ ടു an English gentleman in some other ways, like English culture, English ആർട്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ കൺവേർട്ട് മൈസെൽഫ് ഇൻ ടു ആൻ ഇംഗ്ലീഷ് ജെൻറ്റിൽമാൻ എന്നുള്ള ഐഡിയ ഗാന്ധിജിയുടെ മനസ്സിലേക്ക് വന്നു. സോ ദാറ്റ് ഐ ക്യാൻ മേക്ക് ഹിം ഫീൽ ഹാപ്പി. എൻ്റെ ഫ്രണ്ടിന് അപ്പം ഇഷ്ടപ്പെടും, സന്തോഷമാവും. കാരണം അവൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് കൾച്ചർ, ഇംഗ്ലീഷ് ആർട്ട് ഫോം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വേ ഓഫ് ലിവിങ്, ബാക്കി എല്ലാ കാര്യത്തിലും അതെല്ലാം എൻ്റെ അഡോപ്റ്റ് ചെയ്ത് എൻ്റെ ലൈഫിലേക്ക് ഞാൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ കൺസിഡർ മീ ആസ് എൻ ഇംഗ്ലീഷ് ജെൻറ്റിൽമാൻ ഓർ ആസ് എ മെമ്പർ ഓഫ് ദെയർ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ മെമ്പറായിട്ട് എന്നെ കൺസിഡർ ചെയ്യും. സോ ദാറ്റ് വിൽ മേക്ക് മൈ ഫ്രണ്ട് വെരി ഹാപ്പി എന്നുള്ളൊരു പോയിന്റ് ഗാന്ധിജിയുടെ മൈൻഡിൽ വന്നു. സോ ഹീ തോട്ട് അബൌട്ട് ലേണിംഗ് സംതിങ് എൽസ്. അതിന് അദ്ദേഹം ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു എന്ന് നോക്കാം. First thing he did was to change his costume. He tried to convert himself into an English gentleman by buying some suits, some hats and all. He spent a huge amount of money on such things. ക്ലോത്ത്സിലേക്കും ഹാറ്റ് വാങ്ങിക്കാനും ഒക്കെ. കാരണം ബോംബെയിൽ എന്താണോ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഡ്രസ് സ്റ്റൈല് തന്നെയായിരുന്നു അദ്ദേഹം ഇംഗ്ലണ്ടിൽ വന്നപ്പോഴും ഫോളോ ചെയ്തത്. Now that he decided to change his costume and all, he bought വലിയ വലിയ സ്യൂട്ട്സ് വാങ്ങിച്ചു, ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട്, തൻ്റെ എക്സസീവ് ആയിട്ടുള്ള എമൗണ്ട് കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഹാറ്റ്സ് വാങ്ങിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ഹി ബോട്ട്. സോ ഫിസിക്കൽ അപ്പിയറൻസ് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഇംഗ്ലീഷ് ജെൻറ്റിൽമാൻ ആവാനായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. സോ വലിയ വാച്ചൊക്കെ വാങ്ങിച്ചു. ലോക്കൽ സാധനങ്ങളൊന്നും വേണ്ട, ഇനി തൊട്ട് എല്ലാം ഭയങ്കര കാണുമ്പോൾ തന്നെ ഒരു എലഗൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള ജെൻറ്റിൽമാൻ ആയിട്ട് എന്നെ തോന്നണം എന്നുള്ള രീതിയിൽ ഹി ട്രൈ ടു കൺവേർട്ട് ഹിംസെൽഫ് ഇൻ ടു സംതിങ് എൽസ്. ഓൾസോ ഗാന്ധിജി ഡിഡൻറ്റ് ഹാവ് എനി ഐഡിയ ഹൗ ടു ടൈ എ ടൈ. ഒരു ടൈ എങ്ങനെ ടൈ ചെയ്യണം എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. സോ റെഡിമെയ്ഡ് ആയിട്ടുള്ള ടൈസ് കിട്ടുമല്ലോ, അത് ജസ്റ്റ് നമ്മൾ കോളറിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ടൈ ആവും. പക്ഷേ അങ്ങനെയല്ല. ഒരു ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ യു ഹാവ് ടു ലേൺ ഹൗ ടു ടൈ ദാറ്റ്. അതെങ്ങനെ ടൈ ചെയ്യണമെന്നും പഠിക്കണം. സോ ഹി ലേൺഡ് ഹൗ ടു ഡൂ ദാറ്റ്. അങ്ങനെ ടൈ കെട്ടുന്നതും പഠിച്ചു. അങ്ങനെ ഇംഗ്ലീഷ് എറ്റിക്വറ്റ്, ക്ലോത്തിങ് സ്റ്റൈൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആദ്യമേ തന്നെ ഗാന്ധിജി പഠിച്ചു. When he was in India, mirror was considered as a privilege that not everyone gets it. എല്ലാവർക്കും ഒന്നും കിട്ടുന്ന രീതിയിലുള്ള കാര്യമായിരുന്നില്ല മിറർ എന്ന് പറയുന്നത്. അത് പ്രിവിലേജിൻ്റെ കൂട്ടത്തിലായിരുന്നു. അത് മിററിൻ്റെ ഫ്രണ്ടിൽ എല്ലാവർക്കും കുറേ നേരം സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. ബട്ട് നൗ ഹി സ്പെൻഡ് ഓൾമോസ്റ്റ് 10 minutes ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. മിററിൻ്റെ മുന്നിൽ 10 minutesഓളം സ്പെൻഡ് ചെയ്ത് ഹൗ ഡു ഐ ലുക്ക് ഗുഡ് എന്നുള്ള കാര്യം എൻഷുർ ചെയ്തിട്ട്, വെദർ ഹി ലുക്സ് ഗുഡ് ഓർ നോട്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്തിട്ടായിരുന്നു അദ്ദേഹം പുറത്തിറങ്ങുന്നത്. കാരണം ഇംഗ്ലീഷ് ജെൻറ്റിൽമാൻ ആവണ്ടേ. അതുകൊണ്ട് അത് കോസ്റ്റ്യൂമൊക്കെ കറക്റ്റാണോ, മുടിയൊക്കെ ബ്രഷ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ, ഇതെല്ലാം നോക്കി കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹി ഡിഡൻറ്റ് സ്റ്റോപ്പ് ദെയർ. ഹി ട്രൈഡ് ടു ചേഞ്ച് ഹിംസെൽഫ് കംപ്ലീറ്റ്ലി ആൻഡ് ഹി ഡിസൈഡഡ് ടു ലേൺ French. French is considered as the lingua franca of the place which he had the desire to go next. ഇനി ഭാവിയിൽ പോകണം എന്ന് അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള പ്ലേസിൻ്റെ ലിംഗ്വ ഫ്രാങ്ക കൂടിയാണ് ഈ ഫ്രഞ്ച് എന്ന് പറയുന്നത്. ലിംഗ്വ ഫ്രാങ്ക മീൻസ് എ കണക്റ്റിംഗ് ലാംഗ്വേജ്, എ ജനറൽ ലാംഗ്വേജ്, എ കോമൺ ലാംഗ്വേജ്. അവിടെ ഒട്ടുമിക്ക ആൾക്കാരും സംസാരിക്കുന്ന അവർക്കറിയാവുന്ന ലാംഗ്വേജാണ് ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്നത്. അപ്പം അടുത്ത ഇനി പോകണം എന്ന് എൻ്റെ മനസ്സിലുള്ള സ്ഥലത്തെ ലിംഗ്വ ഫ്രാങ്ക കൂടിയാണ് ഫ്രഞ്ച് എന്ന് പറയുന്നത്. സോ ഐ നീഡ് ടു ലേൺ ഫ്രഞ്ച് ടു. ഫ്രഞ്ച് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ സിവിലൈസ്ഡ് എന്നുള്ള ഒരു ഐഡിയ ബാക്കിയുള്ളവർക്ക് കിട്ടും. സോ നെക്സ്റ്റ് തിങ് ഐ നീഡ് ടു ഡു ഇസ് ടു ലേൺ French language.
ലേറ്റർ ഗാന്ധിജി ഡിസൈഡഡ് ടു ലേൺ ഡാൻസിങ് പഠിക്കാനായിട്ട് തീരുമാനമെടുത്തു. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ദ ലെസൺസ്. ഒരു ട്യൂട്ടറിനെ വെച്ചിട്ട് ഡാൻസിങ് ലെസൺസും തുടങ്ങി. ബട്ട് ഒരു രക്ഷയുമില്ല, ഈ പിയാനോയുടെ മ്യൂസിക്കിനനുസരിച്ച് ഗാന്ധിജിക്ക് സ്റ്റെപ്പ് വെക്കാനായിട്ട് പറ്റുന്നില്ല. ഹി മിസറബിളി ഫെയിൽഡ് ഇൻ ദാറ്റ്. സോ വാട്ട് ടു ഡു നെക്സ്റ്റ്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടാണ്ടായപ്പോഴത്തേക്കും ഗാന്ധിജി തന്നെ ഒരു തീരുമാനത്തിലെത്തി. ഐ ഹാവ് ടു മേക്ക് മൈ ഇയേഴ്സ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് അക്സെപ്റ്റ്സ് ദ വെസ്റ്റേൺ മ്യൂസിക്. എൻ്റെ ഇയേഴ്സ് വെസ്റ്റേൺ മ്യൂസിക് അക്സെപ്റ്റ് ചെയ്താലേ എൻ്റെ കാലിന് അതിനനുസരിച്ച് റിതമൊക്കെ പിടിച്ചിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും. സോ ഐ നീഡ് ടു ലേൺ വയലിൻ. ഞാൻ വയലിൻ പഠിക്കാമെന്ന് തീരുമാനിച്ചു. അറ്റ് എ ടൈം ഗാന്ധിജി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടോ. Gandhiji also spent a huge amount of money on violin, and also he hired a master who could teach him how to play a violin. വയലിൻ വായിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ പറ്റും. അങ്ങനെ വയലിൻ വാങ്ങിച്ചു, വയലിൻ വായിക്കാൻ പഠിച്ചു, ഒരു മാസ്റ്ററിനെ വെച്ചു, ക്ലാസ് തുടങ്ങി. ഗാന്ധിജി ഈസ് നോട്ട് റെഡി ടു സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ദെയർ. ഹി വാണ്ടഡ് ടു ലേൺ ദ ആർട്ട് ഓഫ് ബീയിങ് ആൻ എലക്യൂഷനിസ്റ്റ്. സോ get another master. ഒരാളും കൂടെ വരുന്നു, ഒരു ട്യൂട്ടറും കൂടെ വരുന്നു. ആൻഡ് ഹീ സജസ്റ്റഡ് ഹിം സം ബുക്സ് ലൈക്ക് ബെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്യൂഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് റെഫർ ചെയ്താൽ പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇൻപുട്ടും കൂടെ കിട്ടി. And that was the time when he realized that all these things he has learned will be considered as a useful thing, as his life in England will be very short. ഇംഗ്ലണ്ടിൽ ഞാൻ അധികം നാളൊന്നും താമസിക്കുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റേ ഹിയർ ഫോർ എവർ. സോ എവ്രിതിങ് ഐ ലേൺഡ് വിൽ ബി യൂസ്ലെസ്. ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പം എന്തായാലും ഇംഗ്ലണ്ടിൽ കുറച്ച് നാളേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഗോ ടു സംവെയർ എൽസ്. വേറെ വല്ല പ്ലേസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് കൾച്ചറും കൊണ്ട് കാര്യമുണ്ടോ? അപ്പം അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, സ്റ്റാൻഡേർഡ് ഇലക്യൂഷനിസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് ഉണ്ടായതും ദിസ് ഓൾ വിൽ ബി യൂസ്ലെസ് എന്നുള്ള ഒരു ഫാക്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് കയറിയതും. സോ ഹി ഡിസൈഡഡ് ടു സ്റ്റോപ്പ് എവറിത്തിങ് അറ്റ് വൺസ്. പെട്ടെന്ന് തന്നെ എല്ലാം കെട്ടിപ്പൂട്ടാനായിട്ട് അദ്ദേഹത്തിന് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. ബിക്കോസ് വേസ്റ്റ് ആയില്ലേ, എന്തിനാ ഞാൻ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഇത് പഠിച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ പെട്ടെന്ന് ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ ഐ ഡിസൈഡഡ് ടു ലേൺ ഈച്ച് ആൻഡ് എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് സൊസൈറ്റിക്കകത്ത് എന്തെടുത്ത് പറയാനുണ്ടോ, ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് ഐ നീഡ് ടു ലേൺ ഇറ്റ് എന്നുള്ളൊരു എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് വന്നു. ആൻഡ് ആ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ തന്നെ അദ്ദേഹം എല്ലാവരെയും ഹയർ ചെയ്തു, വയലിൻ വായിച്ചു, പഠിക്കാനും തുടങ്ങി. അപ്പം വയലിൻ പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ കുറച്ച് നല്ലൊരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, കിട്ടുന്ന പൈസയ്ക്ക് ഇതൊന്ന് വിറ്റ് തരണം എന്നുള്ള രീതിയിൽ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാവരെയും, എല്ലാ മാസ്റ്റേഴ്സിനെയും ട്യൂട്ടേഴ്സിനെയൊക്കെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ആൻഡ് ഹി റിയലൈസ് ദാറ്റ് ഓൾ ദാറ്റ് മാറ്റേഴ്സ് ഇസ് ഹിസ് ക്യാരക്ടർ. If my character is not right, no one is going to accept me. Everyone is going to blame me for my character, or if the character is good, they are going to accept me, and they will always invite me to their group. അവരുടെ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നെങ്കിൽ എൻ്റെ ക്യാരക്ടർ നല്ലതായിരിക്കണം, എൻ്റെ പ്രൊഫഷൻ നല്ലതായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കണം. അതർവൈസ് എനിക്ക് ഡാൻസ് അറിയാം, എനിക്ക് വയലിൻ വായിക്കാൻ അറിയാം, എനിക്ക് പാട്ടറിയാം, ഇലക്യൂഷൻ അറിയാം, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഈ കാര്യങ്ങളൊന്നും മാറ്റർ ചെയ്യുന്നതേ ഇല്ല. വാട്ട് മാറ്റേഴ്സ് ഈസ് മൈ ക്യാരക്ടർ. എൻ്റെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു പോവുക, അത് നല്ലതാണെങ്കിൽ ദേ ആർ ഗോയിങ് ടു അക്സെപ്റ്റ് മീ എന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് വന്നു. ഓൾസോ ഞാൻ എൻ്റെ പ്രൊഫഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ബിക്കോസ് ദാറ്റ് ഈസ് വൈ ഐ എം ഹിയർ. ഞാനിവിടെ വന്നതേ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് എൻ്റെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ ഞാൻ അത് മൊത്തത്തിൽ അങ്ങ് വിട്ടുപോകും. My primary aim is something else. I really need to focus on കോർട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും വേണ്ടി മാത്രമായിരിക്കണം എൻ്റെ ഫോക്കസ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിസേർവ്സ് മൈ ഫോക്കസ്, നത്തിങ് എൽസ്. അല്ലാതെ എൻ്റെ ആർട്ട് ഫോം ഡെവലപ്പ് ചെയ്യുക, എൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, വേറെ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇതൊന്നും എൻ്റെ കൺസേൺ അല്ല. കാരണം എനിക്കില്ലാത്തൊരു സ്കില്ലാണത്. ഞാൻ വേറൊരാളാവാൻ വേണ്ടി ഐ എം ട്രൈങ് ടു ചേഞ്ച് മൈസെൽഫ്. ഞാൻ എന്നിൽ ഇല്ലാത്തൊരു ഷെയ്ഡ് കൊടുക്കുവാണ്. ദർ ഈസ് നോ നീഡ് ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഐ എം സ്റ്റോപ്പിങ് ഇറ്റ് റൈറ്റ് ദെയർ. അങ്ങനെയാണ് അദ്ദേഹം ഫുള്ളി ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഫോക്കസായി തുടങ്ങിയത്. ഇനി നമുക്ക് ഈ ഓട്ടോബയോഗ്രഫിയുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പറയുന്ന കുറച്ച് തീംസ് ഉണ്ട്. ലെറ്റ്സ് അനലൈസ് ദോസ് തീംസ്.
ആദ്യത്തേത് പേഴ്സണൽ ചോയ്സ് ആണോ സൊസൈറ്റിയൽ നോംസിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പേഴ്സണൽ ചോയ്സ് വാസ് ബീങ് എ വെജിറ്റേറിയൻ. ഒരു വെജിറ്റേറിയൻ ആവുക എന്ന് പറയുന്നത് ദാറ്റ് വാസ് ഗാന്ധിജീസ് പേഴ്സണൽ ചോയ്സ്. സൊസൈറ്റൽ നോംസ് എന്ന് പറയുന്നത് ബീങ് എ നോൺ വെജിറ്റേറിയൻ ഈസ് ബെറ്റർ. In order to being in a society, you have to change yourself into a non-vegetarian. You have to continue eating non-veg food. നോൺ-വെജ് ഫുഡ് കഴിച്ചാൽ മാത്രമേ നിങ്ങൾ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാറത്തുള്ളൂ. അതർവൈസ് ദേ ആർ നെവർ ഗോയിങ് ടു ആക്സെപ്റ്റ് യു ആസ് എ പിയർ മെമ്പർ എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ അവിടെ ഉണ്ടായിരുന്നു. അത് വേണോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചേഞ്ച് ചെയ്യണോ, അതോ ഞാൻ എൻ്റെ പേഴ്സണൽ ചോയ്സിന് വേണ്ടിയിട്ട്, ഇൻഡിവിജ്വലിസ്റ്റിക് ചോയ്സിന് വേണ്ടിയിട്ട്, ഇൻഡിവിജ്വൽ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നിൽക്കണോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഗാന്ധിജിയും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. People like his friend were exerting social pressure on him to become a non-vegetarian and to be a part of the society which always eats non-veg food. നോൺ-വെജ് ഫുഡ് കഴിക്കുന്ന സൊസൈറ്റിയുടെ പാർട്ടാവാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരു സോഷ്യൽ പ്രഷർ ഗാന്ധിജിയുടെ മുകളിലുണ്ടായിരുന്നു. അങ്ങനെ പ്രഷർ ഉണ്ടായിട്ട് കൂടി ഹി ട്രൈ ടു മെയിൻറ്റെയിൻ ഹിസ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. ഇത്ര സോഷ്യൽ പ്രഷർ ഉണ്ടായിട്ടും പേഴ്സണൽ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്തില്ല. പകരം ഹി ഡിസൈഡഡ് ടു ചേഞ്ച് സംതിങ് എൽസ്. ഹി ഡിസൈഡഡ് ടു മോഡിഫൈ ഹിസ് അറ്റയർ, ഹിസ് ടാലൻസ് ആൻഡ് ഓൾ. ഓൾറെഡി ഉണ്ടായില്ലായിരുന്നു ഡാൻസിങ്, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ടാലൻസ് ഒന്നും അദ്ദേഹത്തിനില്ല, ഇലക്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടാലൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഹി ഡിസൈഡഡ് ടു ലേൺ എവറിത്തിങ് ബിക്കോസ് ഹി വോണ്ടഡ് ടു മേക്കപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ അദ്ദേഹം നോൺ വെജ് കഴിക്കുന്നില്ല. ഇംഗ്ലീഷ് സൊസൈറ്റി അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യേണ്ട. മറ്റ് പല വേയ്സ് ഉണ്ടല്ലോ എന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും എൻ്റെ ഫ്രണ്ടിന് അത് കണ്ടിട്ട് സന്തോഷം തരാനായിട്ടും പല വേയ്സ് ഉണ്ടല്ലോ. സോ ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവാൻ വേണ്ടിയിട്ട് ഐ നീഡ് ടു ഡു സംതിങ് എൽസ്. അങ്ങനെ ആ സംതിങ് എൽസ് ആണ് അദ്ദേഹം പഠിച്ച വയലിൻ ആയാലും ഡാൻസ് ആയാലും എലക്യൂഷൻ ആയാലും ഫ്രഞ്ച് ലാംഗ്വേജ് ആയാലും ഡ്രസ് സ്റ്റൈൽ ആയാലും ഒക്കെ. സോ ജെന്റിൽമാൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ എന്ന് പറയുന്ന ഒരു ഐഡിയ എപ്പോഴും ഗാന്ധിജിയുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഐ നീഡ് ടു ബി വൺ, എനിക്കിതേപോലെ ആവണം എന്നൊരു ഐഡിയ വന്നതേ അവിടെ നിന്നാണ്. അപ്പം അതിന് അദ്ദേഹം ഫേസ് ചെയ്ത കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ജെന്റിൽമാൻ അവർക്ക് ബ്ലഡിൽ തന്നെ അവർ യൂസ്ഡ് ആണ് ആ കൾച്ചറുമായിട്ട്. പക്ഷേ ഗാന്ധിജി അദ്ദേഹം ഒരു ഇന്ത്യൻ ആണ്. അപ്പം ആ കൾച്ചറൽ പ്രോബ്ലംസും ഹാർഡിൽസും ബേർഡൻസും ഒക്കെ കാണും. അപ്പം അതുകൊണ്ട് തന്നെ ആ ചലഞ്ചസ് എല്ലാം തരണം ചെയ്തു പോവുക, അതിനെല്ലാം സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു ഫോർ ഗാന്ധിജി. Next theme is authenticity versus pretense. Gandhiji is pretending to be an English gentleman. He is not an English gentleman, but he wanted to change his clothing, he wanted to change his artistic skills, way of talking and everything. Physical appearance തൊട്ട് സ്കിൽസ് ടാലൻസ് വരെ അദ്ദേഹം പ്രിറ്റൻഡ് ചെയ്യുവാണ്. ലൈക്ക് ഐ ആം ആൻ ഇംഗ്ലീഷ് ജെന്റിൽമാൻ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഹി ഈസ് ഡൂയിങ് സംതിങ്. അത് ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. ആക്ച്വലി ഇന്ത്യൻ ആണ് ഗാന്ധിജി എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്തിട്ട് ഒരു ഇംഗ്ലീഷ് ഐഡൻറ്റിറ്റി ഫിസിക്കൽ അപ്പിയറൻസിലൂടെ പ്രിറ്റൻഡ് ചെയ്യുവാണ്. ഒറിജിനൽ ആയിട്ടുള്ള ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് ഒത്തൻറ്റിസിറ്റി കിട്ടത്തില്ല. ഒത്തൻറ്റിക് ആയിട്ട് അദ്ദേഹം ഇന്ത്യൻ ആണ്, ഇന്ത്യൻ വേ ഓഫ് ലിവിങ് ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇംഗ്ലീഷ് ജെന്റിൽമാനായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നതിൽ വന്ന പോരായ്മകളും വീഴ്ചകളുമാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെസ്റ്റേൺ മ്യൂസിക് പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെയാണ് ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും സ്റ്റെപ്സ് ഇടാനായിട്ട് പറ്റാത്തത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഇയേഴ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വെസ്റ്റേൺ മ്യൂസിക് എന്ന്, ബിക്കോസ് അത് യൂസ്ഡ് അല്ല. And the next theme is meaningful personal growth versus appearance. Mere appearance ആണോ മീനിങ്ഫുൾ ആയിട്ടുള്ള പേഴ്സണൽ ഗ്രോത്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് അടുത്ത ഒരു തീമാണ്. Gandhiji wanted people to treat him like a great person, like a good person, and also he need them to accept him to their peer groups. അങ്ങനെ പിയർ ഗ്രൂപ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം എ ഗ്രേറ്റ് പേഴ്സൺ, ഐ വോണ്ട് ടു ബിക്കം എ സോഷ്യലി അക്സെപ്റ്റബിൾ പേഴ്സൺ യൂസിങ് മൈ ക്യാരക്ടർ.
എൻ്റെ ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് വേണം എനിക്ക് അവിടെ ആക്സസ് കിട്ടാൻ. നോട്ട് ബിക്കോസ് ഐ ലുക്ക് ലൈക്ക് ആൻ ഇംഗ്ലീഷ് മാൻ. ഞാനൊരു എൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടോ എൻ്റെ ക്ലോതിങ് വെച്ചിട്ടോ ദ വേ ഐ ബ്രഷ് അപ്പ് മൈ ഹെയർ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ അല്ല അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. എൻ്റെ ക്യാരക്ടർ, ഇഫ് മൈ ക്യാരക്ടർ ഈസ് ഗുഡ്, ദേ വിൽ ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് മീ. ഇഫ് നോട്ട്, ദേ ആർ ഗോയിങ് ടു ഹേറ്റ് മീ. ദാറ്റ് ഫോർ ഷുവർ. അത് ഷുവറായിട്ടും അവരെന്നെ ഹേറ്റ് ചെയ്യും. വാട്ട് ഐ നീഡ് ടു ഡൂ ഇസ് ഫോക്കസ് ഓൺ മൈ കരിയർ. എനിക്ക് എങ്ങനെയെങ്കിലും കോർട്ടിൽ എത്തപ്പെടണം. അങ്ങനെ എൻ്റെ ഫ്യൂച്ചർ എനിക്ക് സെക്യൂർഡ് ആവണം. വയലിനൊക്കെ ആണെങ്കിൽ എനിക്ക് വീട്ടിൽ ചെന്നായാലും പഠിക്കാം, എനിക്ക് നാട്ടിൽ ചെന്നായാലും പഠിക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ ഈ വയലിൻ എന്ന് പറയുന്നത്. ഞാൻ അല്ലാണ്ട് ഇവിടെ നിന്നിട്ട് എലക്യൂഷനൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഡാൻസിങ് ഒക്കെ ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? എനിക്കിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എൻ്റെ ക്യാരക്ടർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിൽ കരിയർ വൈസ് എനിക്ക് എങ്ങനെ എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാം. ഐ നീഡ് ടു ഫോക്കസ് ഓൺ ദാറ്റ് തിങ് സോ ദാറ്റ് ദേ വിൽ അക്സെപ്റ്റ് മീ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ ഞാൻ കറക്റ്റ് ആക്കണം, എൻ്റെ കരിയർ ഞാൻ കറക്റ്റ് ആക്കണം. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വന്നെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോവുക എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി, ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അതെൻ്റെ രാജ്യം എന്നെ ഏൽപ്പിച്ച് എന്നെ പറഞ്ഞു വിട്ടത്, എൻ്റെ ഫാമിലി എന്നെ ഏൽപ്പിച്ച് എനിക്ക് പറഞ്ഞു വിട്ടതാണ്. ഐ നീഡ് ടു ഡൂ ദാറ്റ്. എൻ്റെ ഫോക്കസ് അതിലെപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഞാൻ കോർട്ടിൽ എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ റെസ്പെക്റ്റ് ചെയ്യും. ആ റെസ്പെക്റ്റാണ് എനിക്ക് വേണ്ടുന്നത്. അല്ലാണ്ട് എൻ്റെ ക്ലോത്ത് കണ്ടിട്ട് എക്സ്പെൻസീവ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഞാൻ പ്രിറ്റൻഡ് ചെയ്ത് ഞാനൊരു ഇംഗ്ലീഷ് ജെൻറ്റിൽമാനെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ വാങ്ങിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതൊരിക്കലും ഞാൻ ഡിസേർവ് ചെയ്യുന്നതായിരിക്കത്തില്ല എന്ന് പറയുന്ന ഒരു തീം അതിനകത്തുണ്ട്. സോ ദർ ഈസ് സംതിങ് ബിയോണ്ട് സോഷ്യൽ എക്സ്പെക്റ്റേഷനും സോഷ്യൽ പ്രഷറും അങ്ങനെ പല സൊസൈറ്റി മുന്നോട്ട് വെക്കുന്ന കുറേ ഐഡിയാസ് ഉണ്ടല്ലോ. ബിയോണ്ട് ദാറ്റ് ദർ ഈസ് സംതിങ് എൽസ്. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ കോർ വാല്യൂസ് ആണ്. നമ്മളുടെ കോർ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഇൻഡിവിജ്വലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു തീമും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. സൊസൈറ്റി നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ വേണ്ട, കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഐഡിയയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഗാന്ധിജിയെ നമുക്ക് അവിടെ കാണാം. പക്ഷേ തൻ്റെ ഫ്രണ്ടിനെ ഒന്ന് പെസിഫൈ ചെയ്യാനായിട്ട്, കൺസോൾ ചെയ്യാനായിട്ട്, ഈ സിറ്റുവേഷൻ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു, ഞാനൊരു ഇംഗ്ലീഷ് ജെൻറ്റിൽമാനെ പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഞാൻ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചേഞ്ച് വരുത്തുന്നത്. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, കരിയറും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ എന്തിനാണോ വന്നത്, അല്ലെങ്കിൽ എൻ്റെ കോറായിട്ടുള്ള വാല്യൂ എന്താണ്, ഐഡൻറ്റിറ്റി എന്താണ്, ഇത് കളഞ്ഞിട്ട് ഞാൻ മറ്റൊന്നിന് പിറകെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ സെക്യൂർഡ് ആവില്ല, സേഫ് ആവില്ല എന്നുള്ള തിരിച്ചറിവാണ് അവിടെ ഗാന്ധിജിക്ക് വന്നത്. അത് തന്നെയായിരുന്നു ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള തീമെന്ന് പറയുന്നത്. Protect your core values at any cost. You have to protect, you have all the responsibility to protect your core values. നിങ്ങളുടെ കോർ വാല്യൂസ് എന്നും നിങ്ങൾക്ക് മാത്രമേ സെക്യൂർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പേഴ്സണൽ ഇൻഡിവിജ്വലിസ്റ്റിക് ചോയ്സ്, നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ കരിയർ, ഈ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സൊസൈറ്റി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങളുടെ ക്യാരക്ടർ നല്ലതാണെങ്കിൽ മാത്രമേ അത് ചെയ്യപ്പെടത്തുള്ളൂ. സോ ഫോക്കസ് ഓൺ യുവർ ക്യാരക്ടർ, ഫോക്കസ് ഓൺ യുവർ എഡ്യൂക്കേഷൻ, ഫോക്കസ് ഓൺ യുവർ കരിയർ. ദാറ്റ് വിൽ ഗിവ് യു അല്ലെങ്കിൽ ദാറ്റ് വിൽ ഗെയിൻ യു റെസ്പെക്റ്റ്. ആൾക്കാർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അവിടെയാണ്, അങ്ങനെയാണ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഇംഗ്ലീഷ് ജെന്റിൽമാൻ അപ്പാർട്ട് ഫ്രം ഗാന്ധിജീസ് ഓട്ടോബയോഗ്രഫി, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. താങ്ക് യു.